ഹലോ നമസ്കാരം, ഞാൻ സജിനി റജി. സജിനി ഹിയറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു വെജിറ്റബിൾ കുറുമയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായി ഞാനിവിടെ 4 സവോള എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ബീൻസ്, 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, കുറച്ച് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, 2 ക്യാരറ്റ്, പച്ചമുളക്, ഇവിടെ കുറച്ച് കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാല്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതോടൊപ്പം തന്നെ കറിവേപ്പില, അതിനായി ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം, തക്കോലം, ഗ്രാമ്പു. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സവോള നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ മുകളിലത്തെ ഇതാ നമുക്ക് കണ്ടിച്ച് കളയാം. നമുക്ക് ഈ സവോള നമുക്കൊന്ന് അരിഞ്ഞരിഞ്ഞിടാം. ഈ സവോളയെല്ലാം നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ സവോളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. എനിക്ക് ഇത്രയും വലുപ്പം മതി ഉരുളക്കിഴങ്ങിന്. ചെറിയ വലുപ്പത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നോക്കി നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. അടുത്തതായി കോളിഫ്ലവർ നമ്മൾ അരിയാനായിട്ട് പോവാണ്. ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കാം. കോളിഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബീൻസ് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ നടുവേ ഒന്ന് പിളർത്തി നമുക്ക് എടുത്തു വെക്കാം. ഇനി നമ്മുടെ തക്കാളി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അത് വളരെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, ഒരു 4 ആയിട്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലോട്ട് നമുക്ക് കുക്കർ വെക്കാം. നമ്മൾ ഗ്യാസിലോട്ട് കുക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 പച്ചമുളകും.
ഇതൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം. പെട്ടെന്ന് നമ്മുടെ സവോള വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം പഞ്ചസാര ഇടാമെങ്കിൽ വളരെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നമുക്ക് സ്വല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, ഇച്ചിരി പെരുംജീരകം ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, തക്കാളി, കോളിഫ്ലവർ, ബീൻസ് ഇത്രയും നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇനി ഇതിൻ്റെയൊക്കെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടികൾ നമുക്കിട്ട് കൊടുക്കാം. നോക്കിയാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയും ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പുപൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെയും ഇതിനനുസരിച്ച് നിങ്ങൾ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇത് കുക്കർ അടയ്ക്കുവാണ്. നമുക്ക് 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനം മിനുക്കുപണിയാണ് നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറങ്ങാണ്ടിയാണെങ്കിൽ നമ്മൾ കുതിരാനായിട്ട് എടുത്ത് വെച്ചിരുന്നു. അത് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പറങ്ങാണ്ടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പറങ്ങാണ്ടി ഇടുന്നത് നല്ല ആകാനായിട്ടാണ്. ഈ ഗ്രേവി നല്ല തിക്കാകാനായിട്ടാണ്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തിളച്ചോട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് വാങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുറുമയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുവാണ്.
നമ്മുടെ പ്ലേറ്റിലേക്ക് ഇതെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഈ ചൂടത്തങ്ങ് ഇതായി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ വെജിറ്റബിൾ കുറുമ നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.